തിരുവനന്തപുരം കോർപ്പറേഷന്റെ നഷ്ടപ്രതാപം തിരികെ പിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് രാഷ്ട്രീയ ചാണക്യന്റെ മകനെയാണ്. കോൺഗ്രസിന്റെ അനിഷേധ നേതാവ് ശ്രീ കെ മുരളീധരൻ. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം തിരുവനന്തപുരത്തിന്റെ പൾസ് എന്താണെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മണ്ണും മനസ്സും ആർക്കൊപ്പം? തീർച്ചയായിട്ടും UDFന്റെ കൂടെയാണ്. കാരണം ജനങ്ങൾ മാറ്റത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞു. മാത്രമല്ല എതിർഭാഗത്ത് BJP CPM ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന കാര്യം ജനത്തിന് ബോധ്യമായി. കഴിഞ്ഞ 2 തവണയും BJPയെ കാണിച്ച് ഭയപ്പെടുത്തിയിട്ടാണ് CPM വോട്ട് വാങ്ങിയത്. ഇത്തവണ അങ്ങനെയല്ല, രണ്ടും ഒന്നാണെന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നഷ്ടപ്പെട്ട വോട്ടുകൾ ഇപ്പോൾ ഏതാണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞു. ഇതിന് പുറമെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലെ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോർപ്പറേഷൻ UDF പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തവും മാതൃകാപരവുമായ ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടു. ഇടത് സർക്കാരിലുള്ള MLA-മാർക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലുള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം വരുമ്പോൾ അവർ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് എടുത്തത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വരും തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനൊരു തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കോൺഗ്രസ് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു നടപടിയും ആരുടെ ഭാഗത്തും ഉണ്ടാവരുത് എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോൾ തുടക്കം തന്നെ പാർട്ടി സ്റ്റാൻഡ് എടുത്തു. അതേസമയത്ത് ശബരിമലയിൽ സ്വർണം കൊള്ളയടിച്ച 2 പേര് ജയിലിൽ കിടക്കുക, അവർക്കെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. മുകേഷിൻ്റെ ബലാത്സംഗത്തിനെ ന്യായീകരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മൂല്യച്യുതിയാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. ഒരു ബലാത്സംഗം നടത്തിയതിനെ ആ പാർട്ടി ന്യായീകരിക്കുന്നു. മാത്രമല്ല 2020 തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുകേഷിനെതിരെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അത് അറിഞ്ഞുകൊണ്ട് തന്നെ 2 തവണ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു, അസംബ്ലിയിൽ ജയിച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നൊരു പാർട്ടിക്ക് ധാർമ്മികതയെക്കുറിച്ച് പറയാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് മാത്രമല്ല ജനങ്ങളിപ്പോൾ വളരെ പുച്ഛത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ UDFന് അനുകൂലമായിട്ട് വരും. ഒരിക്കലും രാഹുലിൻ്റെ ആക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെതിരായിട്ട് ബാധിക്കില്ല. കാരണം ഇവിടെ അതിജീവിതയുടെ പരാതി വന്നപ്പോഴാണ് പാർട്ടി ആക്ഷൻ എടുക്കുന്നത്. ആദ്യം സംഘടനാപരമായി നിലപാട് സ്വീകരിച്ചു, അത് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഒരു പുറത്താക്കലല്ല. എന്നാൽ അതിജീവിത റിട്ടേൺ കംപ്ലയിൻറ്റ് സർക്കാരിനും പാർട്ടിക്കും നൽകിയപ്പോഴാണ് പാർട്ടി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തത്. അത് പാർട്ടിക്ക് അതല്ലാതെ എടുക്കാൻ സാധ്യമല്ല. മുൻകാലങ്ങളിലും ഇതേ സ്റ്റാൻഡ് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ, കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കോൺഗ്രസ്സിലെ ജനപ്രതിനിധികൾക്കെതിരെ, ചെറുപ്പക്കാരായിട്ടുള്ള ജനപ്രതിനിധികളെ ടാർഗറ്റ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ അതിനെ നേരിടും. ഇതിപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കംപ്ലയിൻറ്റും കാര്യങ്ങളും തെളിവ് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ തോന്നുന്നു. പാർട്ടി അക്കാര്യത്തിൽ ശക്തമായി പാർട്ടി പ്രതിരോധിക്കും. മാത്രമല്ല അതിനുള്ള യോഗ്യത പോലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഷാഫി ടാർഗറ്റ് ചെയ്യുന്നൊരു തോന്നൽ പാർട്ടിക്കുണ്ടോ? ഈ അടുത്ത കാലങ്ങളായിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു കാരണവശാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യും.